അസ്സലാമലൈക്കും. ഇന്ന് നമുക്ക് 4ാം ക്ലാസ്സിലെ താരിഖ് ബുക്കിലെ 11ാം പാഠം തുടങ്ങാം. അപ്പൊ നമ്മൾ 10ാം പാഠത്തിൽ എന്താണ് പഠിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് പോയ ഒരു യാത്രയെ കുറിച്ചാണ് അല്ലേ? മദീനയുടെ വെളിച്ചം എന്തിനെ കുറിച്ചായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം ഭവനം ഉണ്ടാക്കുന്ന ചരിത്രത്തെ കുറിച്ചാണല്ലേ നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആരാണ് അൻസാരികൾ എന്നും ആരാണ് മുഹാജിറുകൾ എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്കിടയിൽ എന്താണ് ഉണ്ടാക്കിയത് എന്നുമാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. പാഠം 11 മദീനയിലെ സ്നേഹവും സൗഹൃദവും. വിശ്വാസ സംരക്ഷണാർത്ഥം എല്ലാം ഉപേക്ഷിച്ച് മദീനയിലേക്ക് ഹിജ്റ പോയ സ്വഹാബികൾക്ക് മുഹാജിറുകൾ എന്ന് പറയും. അപ്പൊ എന്താണ് വിശ്വാസ സംരക്ഷണാർത്ഥം പറഞ്ഞെന്താ? സ്വന്തം ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഉപേക്ഷിച്ച് മദീനയിലേക്ക് ഹിജ്റ പോയവർക്കാണ് എന്ത് പറഞ്ഞത്? മുഹാജിറുകൾ എന്ന് പറയുന്നത്. മുഹാജിറുകളെ സഹായിച്ച മദീനക്കാരായ സ്വഹാബികൾക്ക് അൻസാറുകൾ എന്നും പറയുന്നു. അപ്പൊ മുഹാജിറുകൾ ആരാണ്? വിശ്വാസ സംരക്ഷണാർത്ഥം എല്ലാം ഉപേക്ഷിച്ച് മദീനയിലേക്ക് ഹിജ്റ പോയ സ്വഹാബികൾക്ക് മുഹാജിറുകൾ എന്ന് പറയും അല്ലേ? അപ്പോ അവരെ സഹായിച്ച മദീനയിലെ സ്വഹാബികൾ ആണ് ആര്? അൻസാറുകൾ അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ എത്തിയ ശേഷം മുഹാജിറുകളുടെയും അൻസാറുകളുടെയും ഇടയിൽ സൗഹൃദമുണ്ടാക്കി. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ എത്തിയതിനു ശേഷം മുഹാജിറുകൾക്കിടയിലും അൻസാറുകൾക്കിടയിലും എന്തുണ്ടാക്കി? സൗഹൃദം ഉണ്ടാക്കി. ഓരോ മുഹാജിറിനെയും ഓരോ അൻസാരിയുടെയും അടുത്ത ബന്ധുവാക്കി നിശ്ചയിച്ചു. എന്താണ്? ഒരു മുഹാജിറും ഒരു അൻസാറും എന്താണ്? അടുത്ത ബന്ധുക്കളാണ് അല്ലേ? അവർ ബന്ധുക്കളല്ല, പക്ഷേ എന്ത് ചെയ്തു? അവരങ്ങനെ നിശ്ചയിച്ചു അല്ലേ? പിന്നെയോ മുഹാജിറുകൾക്കിടയിൽ ഒറ്റപ്പെട്ടു എന്ന ചിന്ത ഇല്ലാതാക്കാനും ജന്മദേശം ഉപേക്ഷിച്ചതിലുള്ള പ്രയാസം അകറ്റാനും ഈ സൗഹൃദം സഹായകമായി. എന്താണ് ഈ സൗഹൃദം സഹായകമായി? എങ്ങനെ? ഒറ്റപ്പെട്ടു എന്ന ചിന്ത ഇല്ലാതാക്കാനും ജന്മദേശം ഉപേക്ഷിച്ചതിലുള്ള പ്രയാസങ്ങൾ അകറ്റാനും അല്ലേ? ജന്മദേശം ഉപേക്ഷിച്ചതിലുള്ള പ്രയാസങ്ങൾ വന്നെന്താ? സ്വന്തം നാട് വിട്ടതിന്റെ പ്രയാസങ്ങൾ അല്ലേ? പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈപിടിച്ചു ഏൽപ്പിച്ച മുഹാജിറായ സ്വഹാബിയെ അൻസാരിയായ സ്വഹാബി സ്വന്തം സഹോദരനായി പരിഗണിച്ചു. എന്താണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈപിടിച്ചേൽപ്പിച്ചവരാണ് ആര്? മുഹാജിറുകൾ. അപ്പോ അൻസാറുകൾ മുഹാജിറുകളെ എങ്ങനെയാണ് പരിഗണിക്കുന്നത്? സഹോദരന്മാരെ പോലെയാണ് അല്ലേ? പിന്നെയോ എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുത്തു. എങ്ങനെയൊക്കെ അവർക്ക് സഹായിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ അവര് സഹായിച്ചു. ആര്? അൻസാറുകൾ. ആരെ? മുഹാജിറുകളെ. ഔദാര്യശീലരും സ്നേഹസമ്പന്നരുമായിരുന്നു അൻസാറുകൾ. അപ്പൊ അൻസാറുകൾ ഇങ്ങനെയായിരുന്നു. എങ്ങനെ? ഔദാര്യശീലരും സ്നേഹസമ്പന്നരുമായിരുന്നു. അവർ തങ്ങളുടെ സ്വത്തിന്റെ പകുതി ഭാഗം തന്നെ മുഹാജിറായ സഹോദരന് നൽകി. എന്താണ്? ഒരു അൻസാർ അല്ലെ, അവര് അവരുടെ സ്വന്തം സ്വത്തിന്റെ പാതി ഭാഗം ആർക്ക് കൊടുത്തു? മുഹാജിറായ സഹോദരന് കൊടുത്തു അല്ലേ? സ്വന്തം സ്വത്ത്. പിന്നെയോ സ്വത്തില്ലാത്തവർ ജോലിയിലും കൂലിയിലും അവരെ പങ്കാളികളാക്കി. ബംഗാളികളാക്കി എന്നല്ല, പങ്കാളികൾ. എന്തുണ്ട്? സ്വത്തില്ലാത്തവരുണ്ടാവൂല്ലേ, അവരെങ്ങനെ സഹായിച്ചേ? ജോലിയിലും കൂലിയിലും അവരെ പങ്കാളികളാക്കി. മുഹാജിറുകൾ ഹിജ്റ കൊണ്ടും അൻസാറുകൾ നുസ്രത്ത് കൊണ്ടും അതിമഹത്തായ സ്ഥാനം കരസ്ഥമാക്കിയവരാണ്. അവരെ സംബന്ധിച്ച് അല്ലാഹു
റളിയല്ലാഹു അൻഹും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മുഹാജിറുകൾക്ക് ഹിജറ കൊണ്ടും അൻസ്വാറുകൾക്ക് നുസ്രത്ത് കൊണ്ടും അതിമഹത്തായ സ്ഥാനം കരസ്ഥമാക്കിയവരാണ്. എങ്ങനെ? മുഹാജിറുകൾ ഹിജറ കൊണ്ടും. ഹിജറ എന്ന് പറഞ്ഞാൽ എങ്ങനെ? അവർക്ക് ഇങ്ങനെ ഹിജറ കിട്ടി? കാരണം അവർ എന്ത് ചെയ്തു? മക്കയിൽ നിന്നും മദീനയിലേക്ക് എല്ലാം ഉപേക്ഷിച്ചാണ് വന്നത്, അല്ലേ? എന്തിനു വേണ്ടിയിട്ട്? ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, അല്ലേ? പിന്നെ അൻസ്വാറുകൾക്ക് നുസ്രത്ത്, അതിങ്ങനെ? നുസ്രത്ത് വന്നെന്താ? അറബിയില് സഹായം, അല്ലേ? അപ്പോ അൻസ്വാറുകൾ നുസ്രത്ത് കൊള്ളും. അപ്പൊ നുസ്രത്ത് വന്നെന്താ? അറബി വാക്കാണ്, അല്ലേ? അതിന്റെ അർത്ഥം എന്താണ്? സഹായം, അല്ലേ? അപ്പൊ അൻസ്വാറുകൾ മുഹാജിറുകളെ സഹായിച്ചത് കൊണ്ട് അവരെന്ത് ചെയ്തു? അതിമഹത്തായ സ്ഥാനം കരസ്ഥമാക്കി, അല്ലേ? പിന്നെയോ അവരെ സംബന്ധിച്ച് അല്ലാഹു റളിയല്ലാഹു അൻഹും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരെ സംബന്ധിച്ച്? മുഹാജിറുകളെയും അൻസ്വാറുകളെയും സംബന്ധിച്ച് അല്ലാഹു റളിയല്ലാഹു അൻഹും എന്ന് പറഞ്ഞിട്ടുണ്ട്. റളിയല്ലാഹു അൻഹും എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അല്ലേ? ഇനി നമുക്ക് തദ്രീബാത്ത് നോക്കാം. അത്തദ്രീബാത്ത് 1. ഉത്തരം എഴുതാം. 1. മുഹാജിറുകൾ എന്ന് പറയുന്നു ആർക്ക്? വിശ്വാസ സംരക്ഷണാർത്ഥം എല്ലാം ഉപേക്ഷിച്ച് മദീനയിലേക്ക് ഹിജറ പോയ സ്വഹാബികൾക്ക് മുഹാജിറുകൾ എന്ന് പറയുന്നു. 2. അൻസാറുകൾ ആരാണ്? മുഹാജിറുകളെ സഹായിച്ച മദീനക്കാരായ സ്വഹാബികൾക്ക് അൻസാറുകൾ എന്ന് പറയുന്നു. 3. സ്വഹാബികൾക്കിടയിൽ സൗഹൃദം ഉണ്ടാക്കിയത് എന്തിനായിരുന്നു? മുഹാജിറുകൾക്കിടയിൽ ഒറ്റപ്പെട്ടു എന്ന ചിന്ത ഇല്ലാതാക്കാനും ജന്മദേശം ഉപേക്ഷിച്ചതിലുള്ള പ്രയാസം അകറ്റാനും ഈ സൗഹൃദം സഹായകമായി. 4. റളിയല്ലാഹു അൻഹും എന്ന് അല്ലാഹു പറഞ്ഞു. ആരെ സംബന്ധിച്ച്? ഉത്തരം മുഹാജിറുകളെയും അൻസാറുകളെയും സംബന്ധിച്ച്. 5. മുഹാജിറുകളും അൻസാറുകളും മഹത്തായ സ്ഥാനം കരസ്ഥമാക്കി. എങ്ങനെ? മുഹാജിറുകൾ ഹിജറ കൊണ്ടും അൻസാറുകൾ നുസ്രത്ത് കൊണ്ടും. 2. പൂരിപ്പിക്കാം. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ എത്തിയ ശേഷം ഡാഷ് സൗഹൃദം ഉണ്ടാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ എത്തിയ ശേഷം മുഹാജിറുകളുടെയും അൻസാറുകളുടെയും ഇടയിൽ സൗഹൃദം ഉണ്ടാക്കി. 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൈപിടിച്ച് ഡാഷ് പരിഗണിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൈപിടിച്ച് ഏൽപ്പിച്ച മുഹാജിറായ സ്വഹാബിയെ അൻസ്വാരിയായ സ്വഹാബി സ്വന്തം സഹോദരനായി പരിഗണിച്ചു. 3. അവർ തങ്ങളുടെ സ്വത്തിന്റെ ഡാഷ് സഹോദരന് നൽകി. അവർ തങ്ങളുടെ സ്വത്തിന്റെ പകുതി ഭാഗം തന്റെ മുഹാജിറായ സഹോദരന് നൽകി. 3. ചർച്ച ചെയ്യാം. മക്കയിലെ ജനങ്ങളും മദീനയിലെ ജനങ്ങളും തമ്മിൽ എന്തെല്ലാം വ്യത്യാസങ്ങൾ കാണുന്നു? കഴിഞ്ഞ പാഠങ്ങൾ പരിശോധിച്ച് ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അത് നിങ്ങൾ എന്ത് ചെയ്യുക? ക്ലാസ്സിൽ ചർച്ച ചെയ്താൽ മതി. നമുക്ക് ഒരു ദുആ ചൊല്ലാം. നമ്മുടെ തുടങ്ങുമ്പോഴും ഒരു ദുആ ചൊല്ലണം, അവസാനിക്കുമ്പോഴും ഒരു ദുആ ചൊല്ലണം. ഇത് നമ്മുടെ അവസാനത്തെ പാഠാണ്, അല്ലേ? അപ്പൊ നമുക്ക് ചൊല്ലാം. വസല്ലല്ലാഹു വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ ആമീൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? താരിഖ് ബുക്ക് കംപ്ലീറ്റ് ആക്കി. നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് നോട്ട് പുസ്തകത്തില് പകർത്തണം. പിന്നെയോ നല്ലവണ്ണം പഠിക്കണം. എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യണം. ഇനി നമുക്ക് സ്വലാത്ത് ചൊല്ലിയാലോ? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم.